Hi friends, എല്ലാവർക്കും അബ്ദു ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഭൂനികുതി എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ കെട്ടിട നികുതി, അതായത് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് അങ്ങനെ എന്തുമാകട്ടെ, നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് നമ്മൾ എല്ലാ വർഷവും നിർബന്ധമായി പഞ്ചായത്തുകളിൽ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ നമ്മൾ നികുതി കെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ നമുക്ക് സ്ക്രീനിൽ നോക്കാം. നിങ്ങൾ ആദ്യം ഒരു ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് കേരള ബിൽഡിംഗ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ tax.lsg.kerala.government.in അതായത് സഞ്ജയ എന്ന ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതോടുകൂടെ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കാണുക. അതായത് കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഞ്ജയ എന്ന ഒരു വെബ്സൈറ്റ് ഇതുപോലൊരു ഇന്റർഫേസ് നിങ്ങൾ കാണാം. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രജിസ്റ്റേർഡ് യൂസർ, അത് നിങ്ങളൊരു അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ബിൽഡിംഗ് ടാക്സ് പേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ക്യുക്ക് പേ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിൽഡിംഗ് ടാക്സ് പേ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മളിവിടെ ക്യുക്ക് പേ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ബിൽഡിംഗ് ടാക്സ് പേ ചെയ്യുക എന്ന് നോക്കാം. നിങ്ങൾ ക്യുക്ക് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് വരിക. ഇനി ആദ്യം നിങ്ങളിവിടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കോർപ്പറേഷൻ നിങ്ങളിവിടെ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബിൽഡിംഗ് ഉള്ളത് മുനിസിപ്പാലിറ്റിയിലാണോ അല്ല കോർപ്പറേഷനിലാണോ അല്ല പഞ്ചായത്തിലാണോ അതേതാണെന്ന് വെച്ചാൽ കറക്റ്റ് ചൂസ് ചെയ്തിട്ട് താഴെ സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മൾ സെർച്ച് ചെയ്ത പ്രകാരമുള്ള എല്ലാ പഞ്ചായത്തും, ഇപ്പം ഞാനിവിടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്താണ് നോക്കിയത്. അപ്പോൾ ഇതിൽ ഏത് ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ബിൽഡിംഗ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമപഞ്ചായത്തിന് നേരെ ഇവിടെ കാണുന്ന സെലക്ട് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിനി വേണ്ടത് നമ്മുടെ പഞ്ചായത്തിലെ വാർഡിനെ തരംതിരിച്ച വർഷം, അതായത് ഇപ്പോൾ ലാസ്റ്റ് വാർഡ് തരംതിരിച്ച വർഷം 2013 അപ്പോൾ ഞാൻ 2013 സെലക്ട് ചെയ്ത് ഇനി ഇവിടെ നമ്മുടെ വാർഡ് നമ്പർ, ഡോർ നമ്പർ, അതായത് കെട്ടിട നമ്പർ, ഒരു കെട്ടിട നമ്പറിൻ്റെ സബ് നമ്പർ, നിങ്ങളുടെ വാർഡ് നമ്പറും കെട്ടിട നമ്പർ സബ് നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ നിന്നും ഇതുപോലെ സ്റ്റിക്കർ പതിച്ചതായിട്ട് നിങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ മുമ്പത്തെ എല്ലാ വർഷങ്ങളിലെയും കെട്ടിട നമ്പർ ഉണ്ട്. അതാണ് നിങ്ങൾക്കിവിടെ എല്ലാ കെട്ടിട നമ്പറും കാണുന്നത്. ഇനി അഥവാ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ ഏതാണ് വാർഡ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിട നമ്പർ ഒക്കെ നിങ്ങൾ കാണാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ വാർഡ് നമ്പറും കെട്ടിട നമ്പറൊക്കെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ചില കെട്ടിട നമ്പറിന് ശേഷം ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു നമ്പർ ഉണ്ടോ. ഇപ്പോൾ എൻ്റെ കെട്ടിട നമ്പറിന് അങ്ങനെ ഉണ്ട്, അതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും കെട്ടിട നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ എല്ലാ ഇൻഫർമേഷനും ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന സെർച്ച് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മുടെ കെട്ടിട ഉടമയുടെ പേരൊക്കെ നമ്മൾക്കിവിടെ കാണാം. അപ്പോൾ അത് നിങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ കാണുന്ന സെലക്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മൾക്ക് അടയ്ക്കേണ്ട തുക എത്രയാണ് എന്നും ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ തുക വന്നിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ എല്ലാ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്വിക്ക് പേ എന്നൊരു ഓപ്ഷനിലൂടെ പേ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ വന്നത്. അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ രജിസ്റ്റേർഡ് യൂസർ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രജിസ്റ്റേർഡ് യൂസർ ആയിട്ടാണ് നിങ്ങൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് വരില്ല. അപ്പോൾ ഇത് നിങ്ങൾ ക്വിക്ക് പേ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് ഇവിടെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന പേ നൗ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ പേയ്മെൻറ്റ് കൺഫേം ആകുന്നതോടുകൂടെ ഇതുപോലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്നൊരു പേജ് നിങ്ങൾ കാണാം. ഇനി ഇവിടെ നിങ്ങൾ പേ ചെയ്ത ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പേ ചെയ്ത എൻ്റെ കെട്ടിട നികുതി, അതിൽ ബിൽഡിംഗ് ടാക്സിൻ്റെ കോപ്പി. ഇനി നിങ്ങളുടെ പേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ATM നിന്ന് പൈസ പോയി, പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ റെസിപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പോയ ഹോം പേജിൽ വന്നതിന് ശേഷം നിങ്ങളിവിടെ കാണുന്ന ക്വിക്ക് പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന സെർച്ച് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേ ചെയ്ത, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഫെയിൽ എന്നും കാണും. ഇനി അതായത് നിങ്ങളുടെ ATM പൈസ പോയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് എന്നും നമുക്ക് റെസീപ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് റെസീപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് എങ്ങനെ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് പേ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.